ഇന്നലെ ഞാൻ ജിജിയുടെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു, ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചില്ല, ഞാൻ മറന്നുപോയി. പക്ഷെ സംശയത്തിന് വരുന്ന എന്നെ സംശയിക്കരുത്. അത് അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറയും, ഞാൻ എടുത്തിട്ടുണ്ട്, ആര്യൻ എടുത്തിട്ടുണ്ട്, അതെന്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ പറയും. വൈകിട്ട് 5:15. ഫ്രണ്ടിലോട്ടാ ഇരിക്കാനാണോ? മൈ ഗോഡ്, താങ്ക് യു, വെരി ഗുഡ്, വെരി ഗുഡ്. റന സൂപ്പർ, സൂപ്പർ റന, സൂപ്പർ. കാലൊക്കെ നോക്കിയിട്ട് എനിക്ക് വണ്ടി ഫ്രണ്ട് ഗിയറും റിവേഴ്സ് ഗിയറും ഫ്രണ്ട് ഗിയർ വണ്ടി നിൽക്കില്ല. ഇപ്പൊ ടയർ കറങ്ങുന്നുണ്ട്. ക്യാപ്റ്റൻ താഴെ കറങ്ങുന്നില്ല, ഇളകുന്നേ ഉള്ളൂ. എന്ത് ക്യാപ്റ്റൻ, ക്യാപ്റ്റന് പണിഷ്മെന്റ് കിട്ടിയ കണ്ടില്ലേ? ക്യാപ്റ്റൻ മണിക്കൂർ 3 ഇത് ഉന്തിക്കൊണ്ട് നടക്കണു. ബിഗ് ബോസിന് കണ്ണില്ല. നല്ല സ്പീഡിൽ പോകേണ്ട വണ്ടി പിന്നെ എന്തിനാണ് റന? വൈകിട്ട് 5:25. ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയണത് പോലെ ആളുടെ കയ്യിലുള്ള കണ്ടന്റുകൾ, ഇപ്പം വേസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ആളുടെ കയ്യിലുള്ളത്. ഒരു കാര്യത്തിൽ ഇടപെടുന്നതാണെങ്കിലും ഒരു റെലവൻ്റ് അല്ലാത്ത കണ്ടന്റുകളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആൾ സെപ്പിട്ടാങ്ങെന്ന് വിളിച്ചത്. ജസ്റ്റ് ട്രിഗറും ചെയ്യാം. അപ്പോൾ ഞാൻ എന്നിട്ട് ഷാനവാസ്കാരുടെ അടുത്ത് പറഞ്ഞ് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ എന്നെ തിരിച്ച് എൻ്റെ പേര് പറയും, വിധവമാരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വന്നതെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെയാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മാപ്പ് പറയാൻ അതായത് ചേച്ചി ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അഥവാ ചേച്ചിക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. വൈകിട്ട് 5:40. അടുത്ത ഘട്ടത്തിന് സമയമായി. അഭിലാഷിനും അനീഷിനും റെനയ്ക്കും ഇത് അവസാനിപ്പിക്കാം. വൈകിട്ട് 5:45. ശ്രദ്ധിക്കുക, അടുത്ത റൗണ്ടിൽ പോകേണ്ടത് കോയിനുകൾ കയ്യിലുള്ളവർ മാത്രമാണ്. ഇത്തവണ ആര്യനാണ് അക്ബറിന് വേണ്ടി ഗോൾഡ് കോയിൻ ശേഖരിക്കേണ്ടത്. അതിനുവേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം സ്വന്തമായി കോയിനുകൾ കളക്ട് ചെയ്യാനും ആര്യനും അക്ബറിനും ശ്രമിക്കാം. മത്സരിക്കുന്നവർ ഗാർഡൻ ഏരിയയിൽ പോയി തയ്യാറായി നിൽക്കുക. വൈകിട്ട് 5:55. ബിഗ് ബോസ് ബസർ അടിച്ചു പുറത്ത് വന്നു, അവൻ എടുത്തു പോയി. ബിഗ് ബോസ് പറയട്ടെ. വൈകിട്ട് 6 മണി. ഇത്തവണ ആർക്കൊക്കെ എന്തൊക്കെയാണ് കിട്ടിയത്? ബിഗ് ബോസ് എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് 3 റെഡ്, ഒരു ഗോൾഡ്, പറയാം ഒരു ബ്ലാക്ക്, ഒരു റെഡ്. പിന്നെ ആര്യൻ എടുത്തത് സഞ്ജയ് വീഴാതെ നിലത്ത് വീണപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വല്ല സാധ്യത ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പറയുക. 3 റെഡും മൊത്തം എനിക്ക് 6 റെഡാണ്. 3 റെഡ്, ഒരു ബ്ലാക്ക്. ബിഗ് ബോസ് എനിക്ക് 2 റെഡ്. ബിഗ് ബോസ് എനിക്ക് 2 റെഡ്, 2 ബ്ലാക്ക്. ഈക്വൽ. ശ്രദ്ധിക്കുക, ഷാനവാസും ആര്യനും എഴുന്നേറ്റ് നിൽക്കുക. ഷാനവാസ്, നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ. 3-ാം ദിവസം വൈകിട്ട് 6:20. അനീഷ്, നിങ്ങളുടെ കയ്യിൽ 2 ബ്ലാക്ക് കോയിനുകളുണ്ട്. അതെ, സ്വാഭാവികമായും ഒന്ന് മറ്റൊരാൾക്ക് നൽകേണ്ടി വരും. അതിനുവേണ്ടി, ആ പണിക്ക് വേണ്ടി നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഗെയിമില് ഫുൾ ടൈം ആര്യൻ ഉണ്ടാവണം എന്ന നിർബന്ധം എനിക്കുണ്ട്. സോ ഞാൻ ആര്യന് കൊടുക്കുന്നു. ആര്യൻ ഇപ്പോൾ കൊടുത്തത് ഒരു പണിയാണ്. നേരത്തെ 3 പണികൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? പണി നമ്പർ 1 കണ്ണ് കെട്ടണം. പണി നമ്പർ 2 വായ് മൂടണം. പണി നമ്പർ 3 നടക്കാൻ പാടില്ല. ഇതിന്റെ കൂടെ ഒരു പണി കൂടെ, അതാണ് ആന നടത്തം. മുട്ടും കൈകളും കുത്തി തറയിലൂടെ നടക്കണം. ആർക്കൊക്കെ ഏതൊക്കെ പണികൾ വേണമെന്ന്
ഇപ്പോൾ തീരുമാനിക്കാം. ഷാനവാസിനും എന്താ മനക്ക് പറയാനുള്ളത്? അക്ബറിനും ഈ സ്ട്രോങ് ആയിട്ട് ക്യാരി ചെയ്ത് എന്നെ അതിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകാനായിട്ട് ഈസി ആയിരിക്കും. So, ഞാൻ ഇരിക്കാം. അക്ബർ കണ്ണ് കിട്ടും, നീ ഇരിക്കും, പിന്നെ ഞങ്ങൾ ഇരുത്തി തരാടാ. ഞാൻ വായ മൂടൂല്ലേ? വായ മൂടും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്റ്റാർട്ട്. ശരിയാ. എന്താണ് ഇത്ര വലിയ മല്ലന്മാര് രണ്ടുപേരുണ്ടായിട്ട് നിങ്ങക്ക് പൊക്കാള ആരോഗ്യമില്ലേ? അയ്യേ, മണിക്കൂറുകളോളം ഞാൻ ഈ ടാസ്ക് ചെയ്തതാ. വെരി ഗുഡ്, വെരി ഗുഡ്. ആനയുടെ ഡയറക്ഷൻ തെറ്റാണ്, ആനയുടെ ഡയറക്ഷൻ തെറ്റാണ്. വൈകിട്ട് 6:35. ആന വരട്ടെ, എനിക്ക് എന്റെ ആനക്കുട്ടീനെ കാണണം. വേറെ സ്പീഡ് കൂടുതലാണ്. ഞാൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബിഗ് ബോസ് ഞാൻ ഈ ഷോ ചെയ്യാണ്. കാരണം നോക്ക്, ഇവരെന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാണ് ബിഗ് ബോസ്. അല്ലല്ലല്ല, മനഃപൂർവ്വം ഞാൻ പറഞ്ഞതാണ് ഈ ടാസ്ക്. ഇവരെന്റെ എന്റെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന കേറി